എനിക്ക് 16 വയസ്സുള്ളപ്പോൾ അമ്മായിയെ കാണാൻ പോകുമ്പോൾ വാരാന്ത്യത്തിൽ അമ്മ എന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താൻ അനുവദിച്ചു. ഞാൻ വിശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ടിവി, ലഘുഭക്ഷണം, നിശബ്ദത എന്നിവ മാത്രം. പക്ഷേ ശനിയാഴ്ച രാത്രിയോടെ കാര്യങ്ങൾ അസ്വസ്ഥമായി. ചുവരുകൾക്ക് പിന്നിൽ പോറലുകൾ കേട്ടുകൊണ്ടിരുന്നു. ആദ്യം മുകളിലത്തെ നിലയിൽ, പിന്നെ ബേസ്മെന്റിൽ. എലികളെ, ഞാൻ വിചാരിച്ചു. മന്ത്രിക്കൽ കേൾക്കുന്നതുവരെ. വ്യക്തമായ മനുഷ്യ മന്ത്രിക്കൽ. എന്നെ കണ്ടെത്തൂ. ഞാൻ എല്ലാ മുറികളിലും എല്ലാ ക്ലോസറ്റിലും പരിശോധിച്ചു. ഒന്നുമില്ല. പരിഭ്രാന്തിയിലായതിന് ഞാൻ എന്നെ തന്നെ നോക്കി ചിരിച്ചു. പിന്നെ ഞാൻ അത് കണ്ടു. എന്റെ നൈറ്റ് സ്റ്റാൻഡിലെ ഒരു കുറിപ്പ്. അലങ്കോലമായ കൈയക്ഷരത്തിൽ എഴുതിയത്: എനിക്ക് നിങ്ങളുടെ മുറി ഇഷ്ടമാണ്. എനിക്ക് താമസിക്കാൻ കഴിയുമോ? ഞാൻ മരവിച്ചു. ഞാൻ അത് എഴുതിയിരുന്നില്ല. ഞാൻ എന്റെ അമ്മയെ വിളിച്ചു. ഞാൻ കാര്യങ്ങൾ സങ്കൽപ്പിക്കുകയാണെന്ന് അവൾ പറഞ്ഞു. പക്ഷേ ആ രാത്രി ഞാൻ കട്ടിലിന്റെ അരികിൽ ഒരു കത്തിയുമായി ഉറങ്ങി. പുലർച്ചെ 3 മണിയോടെ ശ്വാസോച്ഛ്വാസം കേൾക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. എന്റേതല്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ കണ്ണാടിയിൽ ഒരു രൂപം എന്റെ പിന്നിൽ നിൽക്കുന്നത് കണ്ടു. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്തേക്ക് ഓടി. കുളിമുറിയിൽ കയറി പൂട്ടി. പിന്നെ അസാധ്യമായ എന്തോ ഒന്ന് ഞാൻ കേട്ടു. താഴെ ടിവി ഓൺ ആയി. വോളിയം ഫുൾ സ്ഫോടനം. ഒടുവിൽ ഞാൻ കുളിമുറിയിൽ നിന്ന് ഇറങ്ങാൻ ധൈര്യപ്പെട്ടപ്പോൾ ചുവരിലെ കുടുംബ ഫോട്ടോകൾ എല്ലാം മറിച്ചിട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. ഹാൾവേ കണ്ണാടിയിൽ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതി: നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ കാലം ഞാൻ ഇവിടെയുണ്ട്. പോലീസ് വന്നു. വീട് മുഴുവൻ തിരഞ്ഞു. ആദ്യം അവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ ബേസ്മെന്റ് ഭിത്തി പരിശോധിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അല്പം അയഞ്ഞ ഒരു പാനൽ ശ്രദ്ധിച്ചു. അതിന് പിന്നിൽ ഒരു ചെറിയ ഇടം ഉണ്ടായിരുന്നു. അകത്ത് ഭക്ഷണപ്പൊതികൾ, ഒരു സ്ലീപ്പിംഗ് ബാഗ്, മോഷ്ടിച്ച വസ്ത്രങ്ങൾ എന്നിവ അവർ കണ്ടെത്തി. ഒപ്പം ചുരുണ്ടുകൂടി വൃത്തികെട്ട പുഞ്ചിരിക്കുന്ന ഒരു കൗമാരക്കാരൻ. ഒരു ആഴ്ചയിലേറെയായി അവൻ ചുവരുകൾക്കുള്ളിൽ താമസിക്കുന്നു. എന്നെ നോക്കുന്നു. അവന്റെ പേര് ഡാനിയൽ. അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ഒരു പദ്ധതി. പക്ഷേ ഞാൻ കൃത്യസമയത്ത് പുറത്തിറങ്ങി. ഞാൻ പിന്നീട് ഒരിക്കലും ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പോൾ എന്റെ സ്വപ്നങ്ങളിൽ ഇപ്പോഴും ആ മന്ത്രിക്കൽ ഞാൻ കേൾക്കുന്നു: എനിക്ക് നിങ്ങളുടെ മുറി ഇഷ്ടമാണ്.